ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തമ്മിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലുള്ളതുപോലെ ഞങ്ങൾ ഇന്നലെ റാസൽ കൈമയിൽ ഒരു കള്ള് ഷാപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ഞങ്ങൾ കഴിച്ച ഫുഡിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ലേറ്റ് ആക്കാണ്ട് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ നമ്മളുള്ളത് റാസൽ കൈമയിലെ അൽ ജസീറ എന്നുള്ള സ്ഥലത്തുള്ള റെഡ് ചില്ലി റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ അവരുടെ തന്നെ ഭാഗമായിട്ടുള്ള ആനവണ്ടി കള്ളുഷാപ്പിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ തന്നെ കുറേ റീൽസൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സേവ് ചെയ്ത് വെക്കുമായിരുന്നു, എന്തെങ്കിലും പോകാമല്ലോ എന്നൊക്കെ കരുതിയിട്ട്. പക്ഷേ പോകാമെന്നൊന്നും വിചാരിച്ചിരുന്നിട്ടില്ല. പക്ഷേ ഇന്നലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് അവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞ് വന്ന് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ നാടിനെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിക്ക് അവർ ആനവണ്ടിയൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പഴയ ഏതോ ജയൻ്റെ സിനിമയുടെ പോസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെ മുളയെ കൊണ്ടുള്ള ഒരു റൂം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൊമ്പൻസ് കള്ള് ഷാപ്പ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ തന്നെയാണോ സെപ്പറേറ്റ് ആണോ എന്നറിയില്ല. പിന്നെ ലാൻറ്റേൺ ആയിട്ടുള്ള ലൈറ്റ്സൊക്കെ ഹാങ് ചെയ്തിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമായിരുന്നു കേട്ടോ. പിന്നെ പുറത്തിരുന്ന് കഴിക്കേണ്ടവർക്ക് പുറത്തിരുന്ന് കഴിക്കാന്നുള്ള രീതിക്ക് ഒരു ആംബിയൻസിൽ അവർ ബെഞ്ചസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ആയതുകൊണ്ട് നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മൾ അകത്തിരുന്ന് കഴിക്കുക എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ അകത്തോട്ട് കയറി. അപ്പം കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് അവരുടെ വെറൈറ്റി ആയിട്ടുള്ള കറികളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള മെനു ആണ്. അപ്പോൾ അതിൽ കുറേ വെറൈറ്റി മീൻ കറിയും അതേപോലെ തന്നെ കുറേ ചിക്കൻ്റെയും ബീഫിൻ്റെയും അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. ഞാൻ അകത്തോട്ട് കയറിയപ്പോൾ കാണുന്നത് നല്ലൊരു ഇൻറ്റീരിയറാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ വാഴയിലേനെയൊക്കെ റിസംബ്ലൻസ് ചെയ്യുന്ന രീതിക്ക് അവർ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. അതിന് മാച്ച് ചെയ്യുന്ന രീതിക്ക് അവർ ചെയേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ കാണുന്നത് ഒരു മിനി ബാറാണ്. അപ്പം അവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറേ ലിക്കേഴ്സൊക്കെ അവർ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ചോദിക്കുമ്പോൾ അവർ അതിനകത്തുനിന്ന് എടുത്ത് തരുവാണ് തോന്നുന്നു. അത് കറക്റ്റ് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാനത് വീഡിയോ എടുത്തതാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ ചെന്ന് ഞങ്ങളുടെ സീറ്റിലൊക്കെ ഇരുന്നു. അപ്പോൾ അവരുടെ ഒരു ടേബിൾ ഷീറ്റൊക്കെ കൊണ്ടുവന്ന് തന്നു കേട്ടോ. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടേബിൾ ഷീറ്റ് അവരുടെ റെസ്റ്റോറൻറ്റിൻ്റെയും കള്ള് ഒക്കെ നെയിം അതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. പിന്നെ നമ്മൾ കള്ള് കുടിക്കാനാണല്ലോ വന്നത്. അപ്പം അവർ ഫസ്റ്റ് കൊണ്ട് സെർവ് ചെയ്തത് അവരുടെ മണ്ണ് കൊണ്ടുള്ള ആ ഒരു ഗ്ലാസ്സാണ് കേട്ടോ. ആ ഗ്ലാസ് നല്ല പിടിച്ച് നോക്കുമ്പോൾ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നേ, മണ്ണിൻ്റെ അല്ലേ, അപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് മുന്തിരിക്കള്ളായിരുന്നു. അവിടെ വെറൈറ്റി ആയിട്ടുള്ള പനങ്കള്ളും പിന്നെ ഇഞ്ചിക്കള്ളും അങ്ങനെ എന്തൊക്കെയോ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുന്തിരിക്കള്ള് ഓർഡർ ചെയ്തു. നല്ല പതഞ്ഞു പോകുന്ന കള്ളിങ്ങനെ മൺകൂജക്കകത്തൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പം പച്ചവെള്ളം പോലെ ഇങ്ങനെ വരുന്നു. സാധാരണ നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ എല്ലാം ഒരു മിൽക്കി കളറിലൊക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ പച്ചവെള്ളം തന്ന് ഇനി വന്നത് വേസ്റ്റായോ, അയ്യോ നഷ്ടമായി പോയോ എന്നൊക്കെ ഞാനിങ്ങനെ ഫസ്റ്റ് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ അതിങ്ങനെ അടുത്ത് നോക്കിയപ്പം മറ്റേ മുന്തിരീൻ്റെ ആ ഒരു ഇതല്ലേ, അപ്പോൾ ആ മുന്തിരീൻ്റെ ആ ഒരു കളറായിരുന്നു അത്. പിന്നെ ഞങ്ങൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ചെറിയൊരു ചിയേഴ്സൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ തുടങ്ങിയത്. അപ്പം ഈ കള്ള് ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എങ്ങനെ ടേസ്റ്റ് ഒന്നും എനിക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ, എന്നിട്ട് ഞാൻ കുടിക്കാം, കൊള്ളാമെങ്കിൽ മാത്രം നമ്മൾ കുടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ കുടിച്ച് നോക്കിയിട്ട് പറഞ്ഞു കൊള്ളാം, കുടിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ കക്ക റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിനെ കക്ക എന്നാണ് പറയുന്നത്, ഈ കുഞ്ഞ് ഷെല്ലിനകത്തുള്ള ഒരു മീനിനെ. അപ്പോൾ അതിൻ്റെ റോസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് കള്ള് രുചിച്ച് നോക്കുകയാണ്. നാട്ടിൽ പോകുമ്പോൾ വാങ്ങിച്ചു തരാം, കള്ള് ഷാപ്പിൽ പോകാം എന്നൊക്കെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവിടുത്തെ കറികളും കള്ളും ഒക്കെ എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യണം ഭയങ്കര ആഗ്രഹമായിരുന്നേ. പക്ഷേ ഇവിടെ വരാൻ പറ്റുമെന്ന് ഞാനൊന്നും വിചാരിച്ചതൊന്നുമല്ല. പക്ഷേ എന്തായാലും വന്നു, ടേസ്റ്റ് ചെയ്തു. നല്ല സൂപ്പർ സാധനം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കക്കയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ അതുകൊണ്ട് പറയല്ല, അവിടുത്തെ കക്ക റോസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഞങ്ങൾ പാൽക്കപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദുബായിൽ വന്നതിന് ശേഷം എനിക്ക് ക്രേവിങ്സ് തോന്നിയൊരു സംഭവമാണ് പാൽക്കപ്പയും ബീഫും. അപ്പോൾ ഞങ്ങളിവിടെ കുറേ റെസ്റ്റോറൻറ്റിലൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു സ്പെഷ്യലായിട്ടുള്ള ഐറ്റമാണ്, നേരത്തെ മുൻകൂട്ടി പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിച്ചല്ല. പക്ഷേ പാൽക്കപ്പ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് പാൽക്കപ്പ തന്നെ ഓർഡർ ചെയ്തു. അങ്ങനെ പാൽക്കപ്പ കൊണ്ടുവന്നു.
അപ്പം എല്ലാവരും കക്കയും പാൽക്കപ്പയൊക്കെ ആയിട്ട് കഴിക്കുകയാണ്. അപ്പം അതിൻ്റെ കൂടെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ഞങ്ങൾ കുറേ ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം അതൊക്കെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം ഈ പാൽക്കപ്പ കൊണ്ടുവന്നതിനകത്ത് മറ്റേ നമ്മുടെ കക്ക റോസ്റ്റും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് അവരിലാരോ ഒരാളൊന്ന് മിക്സ് ചെയ്തു കേട്ടോ. മിക്സ് ചെയ്ത് കഴിച്ചു നോക്കി. അപ്പം ഞാൻ കുറച്ചൊന്ന് കഴിച്ചു നോക്കിയപ്പം എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ട് ഞാൻ കക്ക സെപ്പറേറ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും പാൽക്കപ്പയും സെപ്പറേറ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ആയിരുന്നേ. അപ്പം അങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി. അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ചു. അപ്പം അതിൻ്റെ ഒരു സ്പൂൺ ഏട്ടൻ എനിക്ക് വായിൽ വെച്ചു കേട്ടോ. ഇച്ചിരി സ്നേഹത്തോടൊക്കെ അതിനകത്ത് കലർത്തിയിട്ടൊക്കെ വായിൽ വെച്ച് തരുമ്പം അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ ആ സംഭവം. പിന്നെ ഞങ്ങൾ കുറച്ച് കപ്പയും മീൻകറിയും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഓരോന്നായിട്ട് വരികയാണ്. അപ്പോൾ 2 സെറ്റ് പാൽക്കപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് 2 സെറ്റും വന്നു. പിന്നെ കപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 സെറ്റ്, അതും വന്നു. അതേപോലെ തന്നെ മീൻകറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് മീനാന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഒരു മീൻകറി. അപ്പോൾ ആ മീൻകറി വന്നു. പിന്നെ ഞങ്ങളൊരു മാനിൻ്റെ ഇറച്ചി എന്തോ റോസ്റ്റാണ് തോന്നുന്നു, എന്തോ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് കറക്റ്റ് കേട്ടില്ല. എന്തോ ഒരു മാനിറച്ചിയാണത്. അപ്പം മാനും ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ചിക്കനും ബീഫും അല്ലാണ്ട് വേറൊരു സാധനം ഞാൻ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ ദുബായിൽ വന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കാണുമ്പോൾ തന്നെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരിതായിട്ടൊക്കെ തോന്നില്ല. അപ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്തോളാൻ വയ്യായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ സബലീകരിച്ചു എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. പിന്നെ നല്ല ഫുഡ് കഴിക്കാമല്ലോ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ സെർവ് ചെയ്ത് അവരവരുടെ പാത്രത്തിലേക്ക് ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഓരോരുത്തരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ എല്ലാ കല്യാണത്തിനൊക്കെ വീഡിയോഗ്രാഫി വരുമ്പോൾ നമ്മളെല്ലാവരും സ്റ്റക്കായിട്ടിരിക്കൂലേ, അതേപോലെയൊക്കെ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഓരോന്ന് ഞങ്ങൾ സെർവ് ചെയ്ത് കഴിച്ചു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ മെയിനായിട്ട് കഴിച്ചത് പാൽക്കപ്പയാണ്. കാരണം എനിക്കത് എന്തോ ഒരു സ്പെഷ്യൽ ഇഷ്ടമായിപ്പോയി എനിക്കതിനോട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ ആ ഒരു വറ്റൽമുളകൊക്കെ അതിനകത്ത് താളിച്ചൊക്കെ ഒഴിച്ചേക്കുന്നതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പാൽക്കപ്പയും മീൻകറി ഞാൻ ആദ്യം ട്രൈ ചെയ്തു, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കുറച്ച് പാൽക്കപ്പയും കുറച്ച് മാനിറച്ചിയും കൂടെ ട്രൈ ചെയ്തു. അതിൻ്റെ ഗ്രേവി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ആ ഒരു മീറ്റിനേക്കാളും ഫ്ലഷിനേക്കാളും എനിക്ക് ഗ്രേവി നല്ലോണം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ ഒരു പീസൊക്കെ കഴിച്ചിട്ട് ബാക്കി ഞാൻ എടുത്ത് ഏട്ടനെ കൊടുത്തു. എന്നിട്ട് ബാക്കി ഞാൻ ഫിഷ് കറി കൂട്ടിയാണ് കഴിച്ചത്. എനിക്ക് ആ ഫിഷ് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വലിയ ഫിഷായിരുന്നു കേട്ടോ, പേര് എനിക്കറിയത്തില്ലായിരുന്നു അതിൻ്റെ. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെർത്തായിരുന്നു ഞങ്ങളുടെ മണിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾക്ക് കൂടെ വന്ന എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. നല്ല ഫുഡും നല്ല കള്ളും ഒക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ 2 വട്ടം കള്ള് വാങ്ങിച്ചിട്ടോ. എല്ലാവരും കൂടെ ഒന്ന് ഇതൊക്കെ ആക്കി എടുത്തപ്പോഴത്തേക്ക് അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ തോന്നി. അപ്പം ഞങ്ങൾ രണ്ടാമതും ഒന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് പ്ലേറ്റൊക്കെ അടുക്കി വെച്ച് അവർ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കാലിയായിട്ടുള്ള പ്ലേറ്റ് ഒന്നും ഞങ്ങൾ വേസ്റ്റ് ആക്കിയിട്ടില്ല, എല്ലാം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും തിരിച്ച് പോകണം. എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര സന്തോഷം കേട്ടോ. എല്ലാവരും ഹാപ്പിയാണേ. നല്ല ഫുഡും നല്ല കള്ളുമൊക്കെ ആയിരുന്നു. അപ്പം രാത്രി ആയതുകൊണ്ട് നമുക്ക് അധികം ലൈറ്റിങ്സ് ഒന്നും ഇല്ലായിരുന്നു. കാരണം നമ്മൾ അത്രയും ലേറ്റ് ആയിരുന്നു ഫുഡ് കഴിച്ചിട്ട് എണീറ്റപ്പോഴത്തേക്ക്. അപ്പോൾ അവരവിടുത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ ഉള്ള ലൈറ്റിൽ കുറച്ച് ഒരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ തിരിച്ച് പോകാൻ നേരത്ത് നല്ല വൈബായിരുന്നു കേട്ടോ. ഈ ഫസ്റ്റ് കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റാസൽ ഖൈമയിലോട്ട് ദുബായിൽ നിന്ന് പോകുമ്പോൾ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നല്ല സൈലൻറ്റ് കാമായിട്ട് നമ്മൾ കാറിൽ പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു വീഡിയോ ആണ്. പക്ഷേ കുറച്ച് മൊമെൻറ്റ്സ് കഴിഞ്ഞപ്പോൾ, ഫ്യൂ മൊമെൻറ്റ്സ് ലേറ്റർ എന്ന് പറയുന്ന പോലെ, അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കള്ളുഷാപ്പിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന ആ ഒരു വൈബൊക്കെ ആയപ്പോൾ നമ്മൾ നാടൻ പാട്ടും കുറച്ച് വൈബൊക്കെ ഇട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ തിരിച്ച് വന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. എൻ്റെ ഈ ആഗ്രഹം എന്തായാലും സാധിച്ചതെന്ന് എനിക്ക് ഏട്ടനോട് ഭയങ്കര നന്ദിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ട്രിപ്പായിരുന്നു. ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ ഭയങ്കര ഹാപ്പിനെസ് നൽകുമെന്ന് ഞാനിങ്ങനെ എവിടെയോ വായിച്ചതോ കേട്ടിട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെയായിരുന്നു എൻ്റെ ഇന്നലത്തെ ആ ഒരു ദിവസം. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ് വെൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.